എൻ്റെ റിലേഷൻഷിപ്പ് ബെറ്റർ ആവാൻ തുടങ്ങിയത് എപ്പോൾ മുതലാണെന്നുള്ളത് അറിയോ? മനുഷ്യന്മാരുടെ പേഴ്സണാലിറ്റീസ്, ഇൻ്റലിജൻസ്, എക്സ്ട്രോവേർട്ട്, ഇൻട്രോവേർട്ട് ഈ കാര്യങ്ങളെ പറ്റിയിട്ട് പഠിച്ചപ്പോൾ മുതലാണ്. ഒരു മക്ക് 5 മക്കളുണ്ടെങ്കിൽ ഈ 5 ആൾക്കാരും 5 ടൈപ്പ് ഓഫ് ആൾക്കാരായിരിക്കും. ഒരാൾ പെർഫെക്ഷനിസ്റ്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അയാൾക്കൊന്നും അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് കാര്യങ്ങളൊക്കെ മാറിക്കുമ്പം ഈസിലി ഡിസ്റ്റർബ് ആവാൻ വേണ്ടി തുടങ്ങും. ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഒന്ന് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്കൊക്കെ മാറുമ്പം അവർ ഭയങ്കരമായിട്ട് ഇടങ്ങാറാവും. അപ്പോൾ നമ്മളിങ്ങനെ പറയും, എന്തിനിങ്ങനെ ഓവർ ഡ്രാമ കളിക്കുന്നത്, എന്തിനിങ്ങനെ ചെറിയ കാര്യത്തിന് ഫ്രസ്ട്രേറ്റഡ് ആവുന്നത് എന്നുള്ളത്. പക്ഷെ അവർ പോലും അറിയാതെ അവരുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് ആ രീതിയിലാണ്. ചില ആൾക്കാർ പീസ് മേക്കേഴ്സ് അല്ലെങ്കിൽ എസ്കേപ്പിസം പേഴ്സണാലിറ്റിയുള്ള ആൾക്കാരായിരിക്കും. ഇവരെന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവർ ഓടിപ്പോവും. അവർക്ക് പ്രശ്നങ്ങൾ കേൾക്കണ്ട, അവർക്ക് എപ്പോഴും സമാധാനം, പ്രശ്നങ്ങളൊന്നും ഇല്ലാതൊരു ലോകം, അല്ലെങ്കിൽ അതിലൊന്നും ഇടപെടാതിരിക്കാനാണ് അവർക്കിഷ്ടം. അവരുടെ മൈൻഡ് വർക്ക് ആവുന്നത് അങ്ങനെയാണ്. അല്ലെങ്കിൽ അവരും ഭയങ്കരമായിട്ട് ഇടങ്ങാറായി പോകും. അവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്ന് പറയുന്ന സമയത്ത് എന്തിനാ അതിനൊക്കെ ഇടപെടുന്നത്, നമുക്ക് നമ്മളെ കാര്യം നോക്കിയിരുന്നപ്പോൾ എന്തിനാ തലവെച്ച് കൊടുക്കുന്നത്, ഇങ്ങനെയായിരിക്കും അവരുടെ ചിന്ത. അത് അവർക്ക് ബാക്കിയുള്ളവരോട് സ്നേഹമില്ലായിട്ടൊന്നല്ല, അവർക്ക് പറ്റൂല. അവർക്ക് ഈ പ്രശ്നങ്ങളിലൊന്നും ഇറങ്ങി കളിക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. അങ്ങനെയുള്ളവരുടെ വൈഫുമാർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ളവർ പറയാം, നീ പോയിട്ട് നിൻ്റെ വീട്ടിൽ പോയിട്ട് 1-2 ദിവസം. പക്ഷേ ഈ വൈഫുമാർ ഇമോഷണൽ ആയിട്ടുള്ള പേഴ്സൺ ആണെങ്കിലും എടാ നല്ല വാക്ക് രണ്ടെണ്ണം പറഞ്ഞിട്ട് എൻ്റെ കൂടെ ഇരിക്കടാന്നൊക്കെ ആയിരിക്കും അയാൾ ചിന്തിക്കുന്നുണ്ടാവുക. അതായത് രണ്ടാളും 2 ടൈപ്പ് ആകുമ്പോൾ രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. ചില ആൾക്കാർ ഭയങ്കര ലോജിക്കൽ പേഴ്സൺ ആയിരിക്കും. അവർക്ക് എല്ലാത്തിൻ്റെയും ലോജിക്കൽ റീസൺസ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അവർ സാറ്റിസ്ഫൈഡ് ആവുക, അല്ലെങ്കിൽ അവർ കൺവീൻസ് ആവുക. ചില ആൾക്കാരോ ഭയങ്കര ഇമോഷണൽ പേഴ്സൺ ആയിരിക്കും. ഒരു ഉമ്മാക്ക് 2 മക്കളുണ്ടെന്ന് വിചാരിച്ചോ, അതിൽ ഒരാൾ ലോജിക്കലും ഒരാൾ ഇമോഷണലാണ്. ഉമ്മാക്ക് ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആയിരിക്കും, ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടായിരിക്കും, ഈ ഇമോഷണൽ പേഴ്സണോടായിരിക്കും. ഉമ്മ അറിയുന്നില്ല മറ്റേ കുട്ടിക്ക് എന്നോട് സ്നേഹം ഉണ്ട് എന്നുള്ളത്. ഉമ്മ വിചാരിക്കും ഈ കുട്ടിക്ക് മാത്രമേ കൂടുതൽ സ്നേഹമുള്ളൂ, ഇവ മാത്രമേ എന്നെ മനസ്സിലാക്കുന്നില്ലോ, മറ്റേക്ക് അതിനേക്കാളും ചിലപ്പോൾ സ്നേഹം ഉണ്ടാവും. പക്ഷെ ലോജിക്കൽ ആയതുകൊണ്ട് തന്നെ, ചിലപ്പം ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ എക്സ്പ്രസീവ് അല്ല ആവാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവർ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിലും ഈ ഫേവറേറ്റ് ലിസ്റ്റിലേക്ക് കയറി കൂടാൻ വേണ്ടിയിട്ട് പലപ്പോഴും പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ഓരോരാളും ഡിഫറൻറ്റ്. അപ്പം അപ്പുറത്താളെ പാർട്ട്ണറെ നോക്കിയിട്ട് അയാൾ ഇങ്ങനെയെന്ന് ചിന്തിക്കുമ്പം അയാൾക്കില്ലാത്ത ഒരുപാട് ക്വാളിറ്റീസ് ഇപ്പുറത്താക്ക് ഉണ്ടാവും. അപ്പം ഇതൊക്കെ പഠിച്ചാലേ ബന്ധങ്ങൾ നല്ലതാവും എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ബേസിക്കലി മനുഷ്യന്മാരെല്ലാവരും ഡിഫറൻ്റ് ആണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ എല്ലാവരും ബിഹേവ് ചെയ്യണമെന്നില്ല. അവർ ഇന്ന ആളായിക്കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ടൈപ്പ് ഇങ്ങനെ ആയിരിക്കും. അയാൾ എക്സ്ട്രോവേർട്ട് ആയിരിക്കാം, ഇയാൾ ഇൻട്രോവേർട്ട് ആയിരിക്കാം. എൻ്റെ പാർട്ട്ണർ എക്സ്പ്രസീവ് അല്ലാത്തതുകൊണ്ടായിരിക്കാം. അതിന് അയാൾക്ക് അയാളുടേതായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാവാം എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യുക. അല്ലാതെ നമ്മളിങ്ങനെ കാണുന്നത് പോലെ എല്ലാം ഒരുമിച്ചിട്ടുള്ളൊരു പാക്കേജിലേക്ക് അടങ്ങുക എന്നുള്ളൊരു പാക്കേജ് ഒരു മനുഷ്യന്മാർക്കും ഇന്ന് വരെ പഠിച്ചവനെ കനിഞ്ഞ് നൽകിയിട്ടില്ല എന്നുള്ളത്.